മധ്യപൂർവേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG ഉൽപാദനം കൂട്ടാൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. യുദ്ധം ഊർജ്ജ പ്രതിസന്ധിക്ക് ഇടയാക്കിയേക്കുമെന്ന ആശങ്കകൾക്കിടെയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഇടപെടൽ. LPG ലഭ്യതക്കുറവ് മൂലം രാജ്യത്തെ ഹോട്ടലുകൾ പ്രതിസന്ധിയിലായി. മധ്യപൂർവേഷ്യയിലെ സംഘർഷം 11ാം ദിവസത്തിലേക്ക് കടന്നതിന് പിന്നാലെ രാജ്യത്തെ ഇന്ധന വിപണിയിൽ ആശങ്ക പടരുകയാണ്. പാചകവാതക LPGക്ക് വില ഉയർന്നതും ലഭ്യതക്കുറവും വലിയ പ്രതിസന്ധിക്കിടയാക്കുന്നു. LPG ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നിർദ്ദേശം നൽകി. ഗാർഹിക LPG വിതരണത്തിനാകും മുൻഗണന നൽകുന്നത്. ഹോട്ടൽ, ആശുപത്രി മേഖലകളിൽ LPG സിലിണ്ടറുകളുടെ ലഭ്യത ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ബംഗളൂരു MP തേജസ്വി സൂര്യ കേന്ദ്ര പെട്രോളിയം മന്ത്രിക്ക് കത്ത് നൽകി. എന്നാൽ പാചകവാതക വിതരണ പ്രതിസന്ധിയിൽ ബംഗളൂരുവിൽ ഹോട്ടൽ ഉടമകൾ പ്രതിഷേധത്തിലേക്ക് കടന്നു. പാചകവാതക വില വർധനയിൽ കേരളത്തിലെ ഹോട്ടൽ ഉടമകളും പ്രതിസന്ധിയിലാണ്. ശനിയാഴ്ചയാണ് നമുക്ക് ഗ്യാസ് സപ്ലൈ കിട്ടിയത്. അത് ശേഷം കിട്ടിയിട്ടില്ല. നമ്മളിവിടെ നിലവിൽ ഒരു ദിവസം 2 സിലിണ്ടർ 3 സിലിണ്ടർ ആവശ്യമുണ്ട്. നമ്മളിവിടെ ബഫേ സദ്യയാണ് കൊടുക്കുന്നത്. ഇന്നും കൂടി ഓടാനുള്ള ഗ്യാസ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് അവർ ഡെലിവറി ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. പൂഴ്ത്തിവെപ്പ് തടയുന്നതിനായി പുതിയ സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിന് മന്ത്രാലയം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 25 ദിവസത്തിന് ശേഷം മാത്രമേ ബുക്കിംഗ് ചെയ്യാനാകൂ. 2 സിലിണ്ടറുകൾ ഉള്ളവർക്ക് 30 ദിവസമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.